ഒരു 40 years 50 years പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ നോക്കിയാലോ. ആംസൺ ഫാമിലി, ആദ്യമേ നമുക്ക് ഇവിടെ വെച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ആക്ച്വലി ഈ വീട് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ട് ആക്ച്വലി ഒരു സിറ്റ് ഔട്ട് ആയിരുന്നു. ആ സിറ്റ് ഔട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കാർ പോർച്ചിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മോഡലിംഗ് ചെയ്തേക്കുന്നത്. അപ്പം ഫ്രണ്ടിലത്തെ മുറിയെല്ലാം പൊളിച്ചു, പുതിയ ബീം, പില്ലർ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ മാറ്റം വരുത്തിയേക്കുന്നത്. ഫിനിഷിങ് ചെയ്യുമ്പം ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് നമുക്ക് സമയമുണ്ട്, 2 മാസം സമയമെടുക്കും. ഒരുപാട് സ്ട്രക്ചർ ചേഞ്ചസ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലും സംസാരിക്കുന്ന സ്ട്രക്ചറിനെ കുറിച്ചാണ്. എങ്ങനെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഞങ്ങളിപ്പം ചെയ്തേക്കുന്നത് വെച്ചാൽ ഇവിടെ ആക്ച്വലി ഇവിടെ പുതിയതായിട്ട് ഇനി ഞങ്ങളുടെ സിറ്റ് ഔട്ട് ഇവിടെ മാത്രമാണ് വരുന്നത്. നേരത്തെ ഈ സിറ്റ് ഔട്ട് ഫുള്ളായിട്ട് മൊത്തത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയേ വരത്തുള്ളൂ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ട് ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്. ഈ ഫ്ലോറെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം എപ്പോഴും പഠിക്കാനുള്ളൊരു കാര്യം, മുകളിലത്തെ റൂമിൻ്റെ വെച്ചാൽ ഈ ഒരു ഭാഗത്തെ മുകളിൽ റൂം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റീൽ ഡിസൈൻ ചെയ്യുന്നത് വളരെ നോക്കിക്കണ്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ പല ഫോൾട്ടുകൾ സംഭവിക്കാം, പല പ്രശ്നങ്ങൾ സംഭവിക്കാം. ഇപ്പം ഞങ്ങളിത് ചെയ്തേക്കുന്നത് വളരെ ഹെവി സ്ട്രോങ് ആണ്. ഇതിൻ്റെ മെളി വേണമെങ്കിൽ ഒരു സിംഗിൾ അടുത്ത റൂമോ അല്ലെങ്കിൽ അതിൻ്റെ മെളിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അതേപോലുള്ള രീതിയിലാണ് ഇതിനെ ഞങ്ങൾ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയേക്കുന്നത്. ഇപ്പം ഇവിടെ ഇത് ആക്ച്വലി മുമ്പ് പറഞ്ഞതുപോലെ സിറ്റ് ഔട്ടാണ്. ഇതൊരു ചെറിയ ബെഡ്റൂം ആയിരുന്നു. അത് നമ്മളിവിടെ ഓഫീസ് റൂമായിട്ട് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിൻഡോസൊക്കെ മാറ്റുവാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആ വിൻഡോസൊക്കെ മാറ്റി പുതിയ വിൻഡോ ഒക്കെ ഫിക്സ് ചെയ്യുവാണ് ഈ ഭാഗത്ത്. ഈ ആക്ച്വലി ഞാനിപ്പോൾ ഈ സിറ്റ് ഔട്ടിനെ കൺവേർട്ട് ചെയ്ത് കാർ പോർച്ച് ആക്കിയിട്ടുണ്ട്. കാർ പോർച്ച് ആക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇനിയും പണി ബാക്കിയുണ്ട്. അതിനകത്ത് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് 2 പില്ലറാണ് ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പില്ലർ എന്തുകൊണ്ടാണ് ഈ കോർണറിലും ഇവിടെയും കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇവിടെ ഒരു അഡീഷണൽ പില്ലറും കൊടുത്തിട്ടുണ്ട്. ആ കോർണർ ആയതുകൊണ്ട് അവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്, നീളം കൂടുതലായതുകൊണ്ട് നമ്മളിവിടെ സ്റ്റീലിൻ്റെ കനോ ഒക്കെ 20 mm സ്റ്റീലൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ഉപയോഗിച്ചത് 16 mm സ്റ്റീലാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പില്ലർ കൊടുത്തിട്ടില്ല. ബട്ട് ഇത് നമ്മൾ പില്ലർ കൊടുത്തില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വീണ്ടും ഒരു 1 മീറ്ററോളം നമ്മൾ അകത്തോട്ട് കൺസീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പഴയത് പുതിയതുപോലെ തിരിച്ചറിയാൻ പാടില്ല. വളരെ ഫിനിഷിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ഒരിക്കലും ജോയിൻറ്റോ അതിൻ്റെ ആഡ് ഓൺസ് ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. അത്രയും നീറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യാവും. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് ക്രാക്സ് വരാനും പാടില്ല. അതും വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സോയിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫുട്ടിങ്ങൊക്കെ മേലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമേ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ചേഞ്ചിലോട്ട് പോകാൻ പാടുള്ളൂ. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയ റൂം, ഇത് ആക്ച്വലി ഈ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് റൂമാണ്. ഇത് നേരത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു. അതിനെ ഞങ്ങളൊരു ഓഫീസ് റൂമിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ഇതിനകത്ത് വലിയ ജോലിയൊന്നുമില്ല. 2 വിൻഡോ മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വിൻഡോ വന്നിട്ട് UPVC വിൻഡോ ആണ് ഇതിനകത്ത് 2ലും കൊടുക്കുന്നത്. തടി മാറ്റിക്കൊണ്ട് UPVCയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നേരത്തെ ആക്ച്വലി ഈ വീട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റെയർ ഉണ്ട്. ഇത് ലിവിംഗ് റൂം ആയിരുന്നു, അത് ഡൈനിങ് ആയിരുന്നു. ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. കാർ പോർച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം അല്ലായിരുന്നു, കോമൺ ബാത്റൂമൊക്കെ ആയിരുന്നു. ഇതിനെ നമ്മളിപ്പം ഈ ഒരു L ഷേപ്പാണ് നമ്മളിപ്പം വീടിൻ്റെ പണി ഇപ്പം ഞങ്ങൾ തീർത്ത് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രോപ്പർ ബെഡ്റൂം ആക്കി. കുറച്ച് നേരത്തെ ചെറിയ ബെഡ്റൂം ആയിരുന്നു, അതിനെ കുറച്ചും കൂടെ വലുതാക്കി നമുക്ക് കാണാം. ഈ ഒരു ബെഡ്റൂം ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടം വരെ ഉള്ളായിരുന്നു, ഈ ഒരു ഭാഗം വരെ ഉള്ളായിരുന്നു. അതിനെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ബാത്റൂം കൂടെ അറ്റാച്ച് ചെയ്തു. അതിൻ്റെ ഓപ്പണിംഗ് നമ്മൾ ഇവിടെ കൊടുത്തു. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വോള് നമ്മൾ ഇവിടുത്തെ ആ ഭിത്തി നമ്മളിപ്പം വോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൊക്കെ ചെയ്തത്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ഇവിടെ സ്ട്രെങ്തൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാവൂ. ഡയറക്റ്റ് കയറി ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ സ്ലാബിനകത്ത് ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ എപ്പോഴും ചെയ്യാവും. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റെയർ വന്നിരിക്കുന്ന ലിവിംഗ് റൂമിൻ്റെ എൻട്രൻസിലാണ് ഈ സ്റ്റെയർ ഇരിക്കുന്നത്. അതൊരു അപഭംഗിയായതുകൊണ്ട് ഞങ്ങൾ ഇതിനെ മൊത്തത്തിലെടുത്ത് മാറ്റി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് ആക്ച്വലി ചെയ്യുമ്പം ഇതിനെ പഠിക്കണം, അതിനെ ക്ലോസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു L ഷേപ്പാണ് ചെയ്ത്. അത് നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. ഈ സ്റ്റെയർ നമ്മൾ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഇവിടെ ഈ സ്ലാബെല്ലാം ഡയറക്റ്റ് കൊണ്ടുപോയി
പഴയ വാളുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഓൾറെഡി പഴയ 2 ബീമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും മാത്രമല്ല ഇവിടെ നേരത്തെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് എന്നിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയ നേരത്തെ ഡൈനിങ് ആയിരുന്നു, ഇവിടെ നമ്മുടെ സ്റ്റെയർ റൂം വരുവാ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു, അതിനെ നമ്മളൊരു ഡൈനിങ് റൂമിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ആ ബാക്ക് സൈഡിൽ പഴയ കിച്ചൺ ഉണ്ടായിരുന്നു, ആ കിച്ചണിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് പുതിയൊരു മോഡുലാർ കിച്ചണാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് നേരത്തെ ബെഡ്റൂം ആയിരുന്നു, നേരത്തെ കിച്ചൺ ആയിരുന്നു. അപ്പോൾ ബെഡ്റൂമിന് ഉറപ്പായിട്ട് ഇടയ്ക്ക് ഒരു വാൾ വരും. ആ വാളിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ആ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിവിടെ അഡീഷണൽ ബീംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബീം എങ്ങനെ കൊടുത്തു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് സ്ലാബിനെ തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ബീമൊക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് ബീം താഴോട്ട് വന്നാൽ അത് വളരെ മോശമായിരിക്കും. അതിനെ ഒരു പുതിയ രീതിയിൽ തന്നെ നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ പുതിയ ബീം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ വീടിൻ്റെ. ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ ഇത് ലിവിംഗ് റൂം ആയിരുന്നു, അതിനെ നമ്മൾ ബെഡ്റൂമിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ഈ ഒരു റൂമിനെ ബെഡ്റൂം ആക്കിയെന്ന് വെച്ചാൽ ഇതിന് ഇടയ്ക്ക് ഒരു വാൾ ഉണ്ട്, ഈ വാളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ ബെഡ്റൂം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ട്രെങ്തെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. താഴെയാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ മൊത്തം ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ മേളിൽ കയറും. കാരണം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും നമ്മൾ റെനോവേറ്റ് ചെയ്യുമ്പം ഗ്രൗണ്ടും ഫസ്റ്റും ചെയ്യുമ്പോൾ ആദ്യം ഗ്രൗണ്ട് തീർത്തിട്ടേ ഫസ്റ്റിലോട്ട് വരാവൂ. കാരണം ആ എക്സിസ്റ്റിംഗ് വാളിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അടുത്ത കൺസ്ട്രക്ഷനിലോട്ട് പോകണം. അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കൂടുതലും ഡിമോളിഷിങ്ങിലോട്ട് പോകാവൂ. ഇവിടെ താഴെ കണ്ടതുപോലെ താഴത്തെ നമ്മൾ ഒരു ബെഡ്റൂമിനെ ചെറിയ മുറിയെ നമ്മൾ ഓഫീസ് റൂം ആക്കുന്നുണ്ട്, അതുപോലെ തൊട്ട് മുകളിലുള്ള റൂമാണ്. പക്ഷേ ഈ റൂമിനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് മാറ്റുന്നത്. ഈ റൂമിൻ്റെ ഈ വാളെല്ലാം നമ്മൾ ഡിമോളിഷ് ചെയ്യുന്നുണ്ട്. ഡിമോളിഷ് ചെയ്തിട്ട് ഈ പഴയ ലിവിങ്ങും ഈ റൂമും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിനെ പുതിയ ഒരു ബെഡ്റൂം ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പഴയ സ്റ്റെയർ റൂമാണ്. ഇതിനെ കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യുവാണ്. ഈ ഒരു റൂമിനെ നമ്മൾ സെക്കൻഡ് ലിവിംഗ് ആയിട്ടാണ് മാറ്റുന്നത്. ആ ലിവിങ്ങിനെ മാറ്റി ഇവിടെയാണ് പുതിയ ലിവിംഗ് വരാൻ പോകുന്നത്. ഈ വാള് നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അവിടെയാണ് പുതിയ സ്റ്റെയർ റൂം വരുന്നത്. ഈ ബാക്ക് സൈഡിലായിട്ട് വരും. നമ്മൾ താഴെ കണ്ടല്ലോ, അതേപോലെ ബാക്ക് സൈഡിലാണ് സ്റ്റെയർ റൂം വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് അവിടെ ബീം കൊടുത്തതെന്നുള്ളത് നമുക്ക് കാണിക്കാം. ഇവിടെ നേരത്തെ ഓൾറെഡി ഒരു കോമൺ ബാത്റൂം ഈ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെ ചെയ്തതൊക്കെ അത് ലീക്കും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഇനി അടുത്ത ഈ ബാക്കിലൊരു പുതിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ബാത്റൂം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള റീവർക്ക് ചെയ്യുമ്പം വളരെ ഗൗരവമായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം അത് ഫോൾട്ട് കാണും. ഇത് നേരത്തെ ചെയ്തൊരു ഭാഗമാണ്, ഇത് പൊങ്ങിയിരിക്കുക, അത് താന്നിരിക്കുക, അങ്ങനെയൊന്നും ഒരു കാരണവശാലും അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നതേ തെറ്റാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം ബാക്ക് സൈഡിലാണ്, ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ട് എക്സ്റ്റൻഷനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചിമ്മിനി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആ ചിമ്മിനിയൊക്കെ ഡിമോളിഷ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ സ്ലാബായിട്ട് വാർത്തേക്കുവാണ്. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു പുതിയ എക്സ്റ്റൻഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്ലാബ്, പുതിയതായിട്ട് വരുന്ന സ്ലാബ് പഴയ സ്ലാബിന് മുകളിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഫ്ലോർ പോലെ തന്നെ ഇരിക്കും. പക്ഷേ അത് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഫ്ലോറും ഒരുപോലെ ഇരിക്കും. ഒരിക്കലും നമുക്ക് പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേ ഇല്ല. അത് ആ രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് 2 മാസം സമയമുണ്ട്. 2 മാസം ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് സെയിം ആംസൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് നമുക്ക് കാണിക്കാം.